സ്കൂളിലെ ഇൻ്റർവെൽ സമയത്താണ് ആ സംസാരം ഉണ്ടായത്. ഡാ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അമ്മയില്ലേ, നിന്റെ അച്ഛൻ്റെ 2ാം ഭാര്യയാണത്രേ. പിന്നെ നിന്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യ ആരായിരുന്നെന്നറിയാമോ? ഇല്ലേല് നീ പോയി നിന്റെ അമ്മയോട് ചോദിക്ക്, പറഞ്ഞു തരും. ഇവൻ എന്തൊക്കെ വൃത്തികേടായി പറയുന്നത്? ബാലു അന്തം വിട്ടു. നിന്നോട് ആരാ ഈ ചെറ്റത്തരം പറഞ്ഞത്? എൻ്റെ വീട്ടുകാരെ കുറിച്ച് അനാവശ്യം പറയുന്നോ? അനാവശ്യമാണോ എന്ന് നീ വീട്ടിൽ പോയി ചോദിക്ക്. നിനക്ക് അനാവശ്യമാണെങ്കിൽ അവർക്കത് ആവശ്യമായിരുന്നു. കൂസലില്ലാതെയാണ് ആദർശ് അത് പറഞ്ഞത്. അന്ന് ബാക്കിയുള്ള ക്ലാസ്സുകളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ ബാലുവിന് കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരുന്നു. എന്തൊക്കെയാണ് താൻ കേട്ടത്? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആദർശ് തറപ്പിച്ച് പറയുമ്പോൾ ആകെ കൺഫ്യൂഷനാകുന്നു. ആദർശിൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പണ്ട് തൻ്റെ അമ്മയുടെ വീട്. പക്ഷെ പിന്നീട് ആ വീട് വിറ്റിട്ട് അപ്പൂപ്പനും അമ്മമ്മയും ഒക്കെ എങ്ങോട്ടോ പോയെന്നാണ് അറിഞ്ഞത്. ആദർശിൻ്റെ അമ്മയോട് അവൻ്റെ അച്ഛൻ രഹസ്യമായി ഒരിക്കൽ ഇതേക്കുറിച്ച് പറയുന്നത് അവൻ യാദർശികമായി കേട്ടതാണത്രേ. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. എങ്കിലും അവനത് പുറമേ കാണിച്ചില്ല. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ഭൂതകാലങ്ങളും മക്കൾ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. പിന്നെന്തിന് താൻ ഇങ്ങനെ ടെൻഷൻ പിടിക്കണം? പോട്ടെ പുല്ല്. അവനത് വിട്ടുകളയാൻ ശ്രമിച്ചു. എപ്പോഴെങ്കിലും അത് ചോദിക്കാൻ അവസരം വരും. അതുവരെ ക്ഷമിക്കാം. എവിടെയോ അമ്മ വീട്ടുകാരുണ്ട് എന്നല്ലാതെ അവരെ ആരെയും പറ്റി അവൻ ഇതുവരെയും അറിയില്ല. അവരുമായി എന്തോ വലിയ പിണക്കത്തിലാണ് അച്ഛനും അമ്മയും എന്ന് മാത്രം അറിയാം. ഒരു ദിവസം സ്കൂൾ വിട്ടു വരുമ്പോൾ വീട്ടിൽ ഒരപരിചിതൻ ഇരിക്കുന്നത് കണ്ടു. സാധാരണ പോലെ തന്നെ ആരെയും മൈൻഡ് ചെയ്യാതെ സ്വന്തം റൂമിലേക്ക് ബാഗുമായി പോകാനൊരുങ്ങുമ്പോഴാണ് അമ്മ പിന്നാലെ വന്നത്. മോനി, നീ ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. ദേ, നിന്നെ കാണാൻ ഒരാൾ ഇവിടെ കാത്തിരിക്കുന്നു. അവൻ ഒന്നമ്പരന്ന് അമ്മയെ നോക്കി. എന്നെ കാണാനോ? അതിന് അവിടെ ഇരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. അതിനാ വരാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. അവൻ ബാഗ് കട്ടിലേക്കിട്ടു. പിന്നെ മുഖം അമർത്തി തുടച്ചിട്ട് അമ്മയുടെ പിന്നാലെ നടന്നു. ഹാളിലിരുന്ന ആള് അവനെ കണ്ട് നന്നായി ഒന്ന് ചിരിച്ചു. നല്ല ചിരി. ആളൊരു ചുള്ളനാണല്ലോ. ആഹാ, ഇത് കൊച്ചു മധുവളിയൻ തന്നെയാണല്ലോ ചേച്ചി. മോൻ എത്രയിലാണ് പഠിക്കുന്നത്? അവൻ ചെറുതായി ചുണ്ടനക്കി. 9. ഞാൻ ആരാണെന്ന് പിടികിട്ടിയോ? അവൻ അമ്മയെ ഒന്ന് നോക്കി. ഇത് മോൻ്റെ ചെറിയമ്മാവനാണ്. ഇവന് കുറേ നാളായിട്ട് ഗൾഫിലാണ്. ഒത്തിരി നാളുകൾ കൂടിയാണ് ഇപ്പോൾ അവധിക്ക് വരുന്നത്. ഹോ, ജനിച്ചതിൽ പിന്നെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ കാണുന്നത് ഇന്നാണ്. ഇവരൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? അവനെ എങ്ങനെ കുറ്റം പറയാനാണ്? അമ്മ വീട്ടിൽ നിന്ന് ജീവനുള്ള ഒരാളെ എൻ്റെ മോൻ കാണുന്നത് ആദ്യമായിട്ടല്ലേ? ചേച്ചി ഈ പറയുന്നത് കേട്ടാൽ തോന്നും എല്ലാം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന്. പെട്ടെന്ന് ബാലുവിൻ്റെ അമ്മ ഭദ്ര അയാളെ ഇടം കണ്ണിട്ട് കാണിച്ചു. മോൻ നിൽക്കുന്നു. അയാൾ പെട്ടെന്ന് പറയാൻ വന്നത് അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ വിഷയം മാറ്റാനായി കയ്യിലിരുന്ന ഒരു ചെറിയ ബാഗ് തുറന്നു. ഭംഗിയായി പാക്ക് ചെയ്ത മറ്റൊരു കവറെടുത്ത് ബാലുവിന് നേർക്ക് നീട്ടി. ദാ, ഇത് നിനക്കുള്ളതാണ്, വാങ്ങിച്ചോ. അവനൊന്ന് സംശയിച്ചു. പിന്നെ അത് വാങ്ങി മുഖത്തോടടുപ്പിച്ചു. നല്ല ഫോറിൻ മണം. കൂട്ടുകാരൻ നൗഫലിൻ്റെ ഉപ്പയും ഗൾഫിലാണ്. അവൻ ഉപ്പ കൊണ്ടു കൊടുക്കുന്ന പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് വരുമ്പോൾ ക്ലാസ്സിലെല്ലാം എന്തൊരു വാസനയാണ്. ഇപ്പോൾ ഈ പാക്കറ്റിനുമുണ്ട് അതേ വാസന. അവൻ അതുമായി മുറിയിലോട്ട് ഓടുന്നത് കണ്ട ഭദ്രയുടെ മനസ്സ് നീറി. പാവത്തിന് സന്തോഷമായെന്ന് തോന്നുന്നു. ആദ്യമായാണ് ഒരു ഫോറിൻ സാധനം അവന് കിട്ടുന്നത്. ചേച്ചി, അളിയൻ ഷോപ്പ് അടച്ചിട്ട് വരാൻ ലേറ്റ് ആകുമായിരിക്കും. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ പറഞ്ഞത് മറക്കരുത്. എല്ലാവരും കല്യാണത്തിന് അങ്ങ് വന്നേക്കണം. ഇനിയും പിണക്കവും ശത്രുതയും ഒന്നും കൊണ്ട് നടക്കണ്ട. നടക്കാനുള്ളത് നടന്നു. എല്ലാം ഈ ഒരു കൂടിക്കാഴ്ചയോടെ ഒത്തുതീർപ്പാക്കണം. ഞാൻ അളിയനെ വിളിച്ചോളാം. പറഞ്ഞതും അയാൾ എഴുന്നേറ്റു. മോനെ, സുധി, ഇനി വരുമ്പോൾ നിന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വരണേ. എനിക്ക് നിന്റെ കല്യാണം കൂടാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. സുഭദ്രേച്ചി കരയുന്നത് കണ്ടപ്പോൾ സുധിക്കും വിഷമമായി. എന്ത് ചെയ്യാനാ ചേച്ചി? വീട്ടിലെല്ലാവർക്കും അത്രയ്ക്കും ചേച്ചിയോട് വെറുപ്പായിരുന്നല്ലോ. പിന്നെ അച്ഛൻ്റെ കണ്ടീഷനും മോശമായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവൻ ഇറങ്ങിക്കഴിഞ്ഞു. മുറ്റത്തെ മാവിൻ്റെ തണലിൽ വെച്ചിരുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സുധി അകന്നു പോകുമ്പോൾ ഭദ്ര പൊട്ടിയൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാൻ പോലും മറന്നു നിന്നു. അതെ, എല്ലാം എൻ്റെ മാത്രം തെറ്റാണ്. എൻ്റെ അവിവേകം, എടുത്തുചാട്ടം. മാപ്പർഹിക്കാത്ത വലിയൊരു തെറ്റ് ചെയ്തവളാണ് താൻ. നീ മാത്രമാണോ തെറ്റ് ചെയ്തത്? അതിന് പ്രേരിപ്പിച്ച ആളും കുറ്റക്കാരൻ തന്നെയാണ്. അത് നീ മറന്നു പോകരുത്. ഉള്ളിലിരുന്ന് ആരോ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. പക്ഷേ ഒരു പെണ്ണ് എന്തെങ്കിലും തന്നിഷ്ടം കാട്ടുമ്പോഴാണല്ലോ ഒരുമ്പെട്ടോൾ എന്നൊരു പേര് വീഴുന്നത്. അവർ ഒരു നെടുവീർപ്പിട്ടു. മോൻ വന്നിട്ട് ഒരുപാട് നേരമായി. വിശന്നിരിക്കുകയാകും. ചായയും പലഹാരങ്ങളും ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ട് അവർ നീട്ടി വിളിച്ചു. ബാലു!
അവൻ ചെറിയമ്മാവൻ കൊടുത്ത സാധനങ്ങൾ പരിശോധിക്കുകയായിരുന്നു. സ്പ്രേയും മിഠായിയും പേനകളും പിന്നെ ടീഷർട്ടുമൊക്കെ ഉണ്ടായിരുന്നു ആ കവറിൽ. അമ്മ വിളിക്കുന്നത് കേട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. അമ്മേ, ഈ ചെറിയമ്മാവൻ എന്താ ഇത്രയും നാള് ഇങ്ങോട്ടൊന്നും വരാഞ്ഞത്? അവരൊന്നും മിണ്ടിയില്ല. അമ്മയോട് അവർക്കെന്താ പിണക്കമാണോ? അവൻ വിടാൻ ഭാവമില്ല. അവർക്കൊന്നും നേരമില്ലാഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടൊന്നും വരാത്തത്. അടുത്ത ആഴ്ച നമ്മളെല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചെറിയമ്മാവൻ്റെ മോളുടെ കല്യാണമാണെന്ന്. അവന് സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും പുതിയ പുതിയ ബന്ധക്കാരെയൊക്കെ കാണാം. ഇതുവരെ അമ്മ വീട് കണ്ടിട്ട് പോലുമില്ല. എല്ലാവരും അവധിക്ക് അമ്മ വീട്ടിൽ പോകാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വാക്കുപോലും ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അവൻ ചായ കുടിയും കഴിഞ്ഞ് കളിക്കാനായി പുറത്തേക്കൂടി. അത്താഴത്തിന് ശേഷം മുറിയിൽ ഉണങ്ങിയ തുണികൾ മടക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു ഭദ്ര. ബാലുവിൻ്റെ അച്ഛൻ ടി വിയിൽ ന്യൂസ് കാണുകയാവും ആ നേരത്ത്. ബാലു എപ്പോഴേ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ജോലികളെല്ലാം നിർത്തിയിട്ട് ലൈറ്റണച്ച് ഭദ്രയും കിടന്നു. പുലർച്ചെ എഴുന്നേൽക്കാനുള്ളതാണ്. ബാലുവിനും അവൻ്റെ അച്ഛനും കൊണ്ടുപോകാനുള്ള ആഹാരം റെഡിയാക്കണം. ടൗണിൽ ഒരു തുണിക്കട നടത്തുകയാണ് ബാലുവിൻ്റെ അച്ഛൻ. രാവിലെ പോയാൽ തിരിച്ചെത്തുന്നത് രാത്രി 9 മണിയാകുമ്പോഴായിരിക്കും. ഉറങ്ങാനായി കണ്ണുകൾ അടച്ചിട്ട് ഉറക്കം വരുന്നതേയില്ല. മനസ്സ് നിറയെ മറക്കാൻ ശ്രമിക്കുന്ന കുറേ രൂപങ്ങൾ, നിഴൽ ചിത്രങ്ങളെപ്പോലെ കൺമുന്നിൽ കരയുകയും അലറുകയും ശപിക്കുകയും ചെയ്യുന്നു. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. അമ്മ തലയിൽ കൈവച്ച് ശപിക്കുന്നു. ആ ശാപം ഫലിച്ചുവോ അറിയില്ല. പക്ഷേ അന്ന് തുടങ്ങിയ ഒറ്റപ്പെടുത്തൽ ഇന്നും അവസാനിച്ചിട്ടില്ല. നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. ഒത്തിരി നാളുകൾക്ക് ശേഷം സുധിയെ കണ്ടിട്ടായിരിക്കും. വീട്ടിലെ ഓരോന്നും ഓർമ്മ വരുന്നു. എങ്ങനെ ഇനി തിരിച്ചവിടേക്ക് കയറി ചെല്ലും? നിനക്ക് കല്യാണത്തിന് പോകണമെന്നുണ്ടോ? ഞാനായിട്ട് നിർബന്ധിക്കില്ല. പോകണമെങ്കിൽ പോകാം. പോകണമെന്നുണ്ട്. പക്ഷേ കാണുമ്പോൾ കടിച്ചു കീറാൻ വന്നിരുന്ന പലരെയും കാണേണ്ടി വരും. അവരെയൊക്കെ നോക്കി എങ്ങനെ ചിരിക്കും? എല്ലാവർക്കും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കണം. എനിക്ക് വയ്യ. അതിന് സ്നേഹിക്കുകയും വിവാഹം കഴിക്കുന്നതും ഒരു കുറ്റമാണോ? ലോകത്ത് ഇതുവരെ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ? കൊള്ളാം. ആരെങ്കിലും ചെയ്തതുപോലെയാണോ ഞാൻ ചെയ്ത പ്രവൃത്തി? അല്ലെങ്കിലും ചേട്ടൻ എല്ലാത്തിനും ഒരു ന്യായമുണ്ടല്ലോ. ആ ന്യായീകരണം കൊണ്ടാണല്ലോ എല്ലാം ഇത്രടം വരെ എത്തിയത്. അല്ല, എത്തിച്ചത്. അയാളൊന്ന് കുലുങ്ങി ചിരിച്ചു. പഴയ ഓർമ്മകൾ പൊടുന്നനെ അയാളിലേക്കും ഒരു ലഹരിയായി പടർന്നു. അയാൾ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. അവളാകട്ടെ അരിശത്തോടെ അയാളുടെ കൈ പിടിച്ച് അതേ വേഗത്തിൽ തള്ളി മാറ്റി. മനുഷ്യനിവിടെ തീയിൽ ചവിട്ടി നിൽക്കുമ്പോഴാ ഇങ്ങേരുടെ ഒരു കൊഞ്ചല്. കുറച്ചു കഴിഞ്ഞതും അയാളുടെ കൂർക്കമ്മൽ കേട്ടു തുടങ്ങി. എന്നിട്ടും അവൾക്കൊട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭദ്ര എഴുന്നേറ്റ് കട്ടിൽ തലയ്ക്കൽ ഇരുട്ടിലേക്ക് നോക്കി വെറുതെ ചാരിയിരുന്നു. എത്ര സന്തോഷത്തോടെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം കഴിഞ്ഞിരുന്നതാണ്. 3 മക്കളെ അച്ഛൻ പൊന്നുപോലെയാണ് വളർത്തിയത്. ഭദ്രയേക്കാൾ 3 വയസ്സിന് മൂത്തതായിരുന്നു ഭാമ. ഇളയവൻ സുധി എന്ന് വിളിക്കുന്ന സുധീഷ്. ടൗണിലുള്ള ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഭാമയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നത്. സ്വന്തമായ ടെക്സ്റ്റൈൽസ് ഒക്കെയുള്ള ചെറുക്കൻ, കാണാനും സുന്ദരൻ. ചേച്ചിക്കും പയ്യനെ ഇഷ്ടമായി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കല്യാണം കെങ്കേമമായി നടന്നു. ഭദ്ര എന്ന കോളേജിൽ പഠിക്കുകയാണ്. അനിയൻ സുധി 10ലും. ഭാമയുടെ ഭർത്താവ് എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ആളായിരുന്നു. ഇടയ്ക്കൊക്കെ രണ്ടുപേരും വീട്ടിൽ വരികയും പോവുകയും ചെയ്യും. ചേട്ടൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുവരും. ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സ്, ചിലപ്പോൾ ഫാൻസി ഐറ്റംസ്. പക്ഷേ 2-3 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളൊന്നും ആയില്ല. ഭാമ ഭയങ്കര നിരാശയിലും വിഷമത്തിലുമായിരുന്നു. ചേട്ടനാകട്ടെ അങ്ങനെയുള്ള യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഉണ്ടാകുമ്പോൾ ആകട്ടെ എന്നൊരു മനോഭാവം. പോരെങ്കിൽ വീട്ടിൽ വരുമ്പോഴൊക്കെ ഭദ്രയോട് ഇത്തിരി കൂടുതൽ അടുപ്പം കാണിച്ചു. ഒരുപാട് കഥകൾ പറഞ്ഞ് ചിരിപ്പിക്കുകയും സിനിമ കാണിക്കാൻ കൊണ്ടുപോവുകയും ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ പിന്നെ ചേട്ടനും ചേച്ചിയും വീട്ടിൽ വരാൻ ഭദ്ര കാത്തിരിക്കാറ് പോലും ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയോട് സംസാരിക്കുന്നതിലും അവൾക്ക് താല്പര്യം ചേട്ടനോട് ലാത്തി അടിക്കുന്നതിലായിരുന്നു. ഒരിക്കൽ ചേച്ചി വീട്ടിൽ വന്നത് അമ്മയോടൊപ്പം ദൂരെ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ പോകാനായിരുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സുധി ഏതോ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് രാവിലെ പോയി. അച്ഛനും അമ്മയും കൂടിയാണ് ചേച്ചിയെയും കൂട്ടി പോയത്. ഭദ്രയ്ക്ക് ഡിഗ്രി 3rd ഇയർ എക്സാം തുടങ്ങുന്നത് കൊണ്ട് എങ്ങോട്ടും പോകാതെ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടാണ് അവൾ വാതിൽ തുറന്നത്. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ചേട്ടൻ. കൊള്ളാം, നല്ല ആളാണ്. ചേട്ടൻ എന്താ അവരോടൊപ്പം ക്ഷേത്രത്തിൽ പോകാഞ്ഞത്? എനിക്കിന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഹൗസ് വാമിങ്. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വീടാണ്. അവിടെ പോയിട്ട് വരുന്ന വഴിയാണ്. ഭദ്ര എന്താ അവരോടൊപ്പം പോകാഞ്ഞത്? എനിക്ക് വരുന്ന ആഴ്ച എക്സാം തുടങ്ങുവാണ്. ചേട്ടൻ ഇരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം.
ഭദ്ര അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഇരിപ്പുണ്ട്. നാരങ്ങ വെള്ളം എടുക്കാം. നാരങ്ങ നീരിലേക്ക് പഞ്ചസാര ചേർത്ത് ഇളക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് 2 കൈകൾ വന്ന് അവളുടെ ശരീരത്തെ മുറുകെ പുണർന്നത്. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ചേട്ടൻ. ചേട്ടാ, എന്താ ഇത്? എന്നെ വിടുന്നുണ്ടോ? ഇല്ലേ ഞാൻ വിളിച്ചു പോവും. കുതറുകയും പിടയുകയും ചെയ്യുന്ന ഭദ്രയെ അയാൾ അമർത്തി ചുംബിച്ചു. എന്തൊരു വാസനയാണ് പെണ്ണിന്! എത്ര നാളായിട്ട് കൊതിക്കുന്നതാണ്. അവളുടെ കരച്ചിലോ പിടച്ചിലോ ഒന്നും അയാളുടെ മനസ്സ് മാറ്റിയില്ല. ഇതുപോലെ ഒരവസരം ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരു സുന്ദരി പെണ്ണിനെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിടാനോ? ഒരു പുഷ്പത്തെ പോലെ അയാൾ അവളെ പൊക്കിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ച് കൊളുത്തിട്ടു. പിന്നെ നടന്നതൊന്നും അവൾ കോർത്തെടുക്കാൻ ശക്തിയില്ലായിരുന്നു. എന്തൊരു ശൗര്യമായിരുന്നു! ഒരു പെണ്ണിനെ ആദ്യമായി കയ്യിൽ കിട്ടിയതുപോലെയാണ് അയാൾ അവളോട് പെരുമാറിയത്. ശരീരം അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുനീറുണങ്ങിയ കവിളുകളിൽ അയാൾ ഉമ്മ വെച്ച് ആശ്വസിപ്പിച്ചു. എന്ത് സംഭവിച്ചാലും ഒപ്പമുണ്ടെന്ന് വാക്കുകൊടുത്തു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്പരപ്പിച്ചു. ചേച്ചി എപ്പോഴും ഉപേക്ഷിക്കാത്തത് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് ഞെട്ടിച്ചു. എല്ലാം കേട്ട് ഷോക്കേറ്റ അവസ്ഥയോടെ തളർന്നു കിടന്നു ഭദ്ര. ഇത്രയും നാൾ സ്വന്തം ചേട്ടനെപ്പോലെ കണ്ടിരുന്ന ആൾ ഇങ്ങനെ ഒരു കണ്ണുകൊണ്ടാണ് തന്നെ കണ്ടിരുന്നത് എന്ന അറിവ് അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ചേച്ചിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട പെണ്ണായി തന്നെ എല്ലാവരും കാണുമല്ലോ എന്നോർത്ത് അവൾ നെഞ്ചുപൊട്ടിക്കരഞ്ഞു. എപ്പോഴാണ് ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതെന്ന് അറിയില്ല. സ്ഥാനം മാറിക്കിടന്ന തുണികൾക്ക് മേലെ അയാൾ ഒരു പുതപ്പ് കൊണ്ട് അവളെ നന്നായി പുതപ്പിച്ചിരുന്നു. എല്ലാവരും തിരികെ വീട്ടിലെത്തുമ്പോൾ ചെറിയൊരു തലവേദന എന്ന് മാത്രം പറഞ്ഞ് മൂടി പുതച്ചു കിടന്നു. അമ്മ എന്തൊക്കെയോ ഇലകളിട്ട് തിളപ്പിച്ച കഷായം അവളെ കൊണ്ട് കുടിപ്പിച്ചു. പരീക്ഷയാണ് വരുന്നത്. പനിയും പിടിച്ചു കിടന്നാൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ചേച്ചിയെ വരുന്ന വഴി തന്നെ അച്ഛൻ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിരുന്നു. അതിനുശേഷവും പലപ്പോഴും ചേച്ചിയും ചേട്ടനും വീട്ടിൽ വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ചേട്ടൻ അവളോട് സംസാരിക്കുകയും വിശേഷം തിരക്കുകയും ചെയ്തു. ആരുമില്ലാത്ത അവസരം നോക്കി അവളെ ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും ശ്രമിച്ചു. അപ്പോഴെല്ലാം അവൾ ആവുന്നതും തടയാൻ നോക്കി. പക്ഷേ പിന്നീട് എപ്പോഴോ അറിയാതെ അയാളുടെ നോട്ടവും സ്പർശനവും ലാളനങ്ങളും അവളും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അയാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. പലവട്ടം അവർ കൂടുതൽ അടുത്തു തുടങ്ങി. അയാൾ വിലയേറിയ പല സമ്മാനങ്ങളും ആരുമറിയാതെ അവൾക്ക് സമ്മാനിച്ചു. കോളേജിൽ നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും കാറിൽ അവളെയും കൊണ്ട് സഞ്ചരിച്ചു. ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് ഉല്ലസിച്ച് നടന്നു. ഡിഗ്രി 3rd ഇയർ എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു. അവൾക്ക് വയറ്റിൽ വല്ലാത്ത വേദന തോന്നി തുടങ്ങി. കഴിഞ്ഞ മാസം പീരീഡ് ആയില്ല എന്ന വിവരം അമ്മയെ അറിയിച്ചതുമില്ല. ആരും വീട്ടിലില്ലാതിരുന്ന നേരത്ത് ചേട്ടനെ ഫോൺ വിളിച്ചു പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുകൂടി തറപ്പിച്ച് പറഞ്ഞു. അയാൾ ആരും അറിയാതെ അവളെയും കൂട്ടി ദൂരെ ഒരു ഹോസ്പിറ്റലിൽ പരിചയമുള്ള ഒരു ഡോക്ടറെ കാണിച്ചു. 2 മാസം ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ഭദ്ര ഞെട്ടിത്തരിച്ചു. കാറിലിരുന്ന് പൊട്ടിക്കരഞ്ഞ അവളെ അയാൾ ആശ്വസിപ്പിച്ചു. ഇത് കളയണം, ഇല്ലെങ്കിൽ വീട്ടിലറിഞ്ഞാൽ കൂട്ട ആത്മഹത്യ നടക്കും എന്നവൾ അയാളോട് അപേക്ഷിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന അയാൾക്ക് ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല. ചേച്ചിക്ക് തരാൻ കഴിയാത്തത് അനിയത്തിക്ക് സാധിച്ചിരിക്കുന്നു. ഇവളെ കൈവിട്ട് കളയാൻ പറ്റില്ല. ഇവളാണ് ഇനി തൻ്റെയല്ല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം, എൻ്റെ ഒപ്പം ജീവിക്കുമെങ്കിൽ. അയാൾ പറഞ്ഞത് കേട്ട് അവൾ സ്തംഭിച്ചു. ചേച്ചിയുടെ ജീവിതം തകർക്കാനോ? അപ്പോൾ ചേച്ചിയോ? ഒരു ചേച്ചി. അവൾക്ക് തരാൻ കഴിയാത്തതാണ് നീ എനിക്ക് സമ്മാനിക്കുന്ന ഈ കുഞ്ഞ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ഒന്നിച്ച് ജീവിക്കാം. നിന്നെ എനിക്ക് വേണം. പറ്റില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ് മോളെ. യാചനയോടെ അവളുടെ മുന്നിൽ അയാൾ നിന്നു. എന്താ വേണ്ടത്? ഇനിയൊന്നും ചിന്തിക്കാൻ നേരമില്ല. നടക്കാൻ പാടില്ലാത്തത് നടന്നു. ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒപ്പം വരാൻ ഒരാൾ തയ്യാറാണെങ്കിൽ പിന്നെ താനെന്തിനും മരിക്കണം? ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുള്ള ബാക്കി ജീവിതം മറ്റൊരാളെ ചതിക്കുന്നതിന് തുല്യമാണ്. ഒടുവിൽ അവൾ തീരുമാനിച്ചു ജീവിക്കാം അയാൾക്കൊപ്പം. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. ഒരു കത്തെഴുതി വെച്ചിട്ട് അന്ന് രാത്രി മധുചേട്ടനോടൊപ്പം വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയതാണ്. പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞു, താൻ ഉണ്ടാക്കി വെച്ച അപമാനം മൂലം ശരീരം തളർന്ന് രോഗക്കിടക്കയിലായി അച്ഛൻ. അമ്മ സദാ നേരവും തന്നെ ശപിച്ചുകൊണ്ട് നടപ്പാണത്രേ. പിന്നെ ചേച്ചി ഏതോ കൂട്ടുകാരിക്കൊപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അവിടെ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വീട്ടുകാർ തന്നെ പടിയടച്ച് പിണ്ടം വെച്ചത്രേ. അച്ഛൻ കുറച്ചുനാൾ കിടക്കയിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒരു ദിവസം ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. അതൊന്നും ആരും അറിയിച്ചില്ലെങ്കിലും എല്ലാം ചേട്ടൻ എങ്ങനെയൊക്കെയോ അറിയുന്നുണ്ടായിരുന്നു. ചേട്ടൻ ടൗണിൽ തൻ്റെ പേരിൽ പുതിയൊരു തുണിക്കട തുടങ്ങി, ഭദ്ര ടെക്സ്റ്റൈൽസ്. ചേച്ചിയുടെ മുന്നിൽ ഇനി ഒരിക്കലും ചെന്ന് പെടരുത് എന്നാണ് തീരുമാനിച്ചിരുന്നത്.
പക്ഷേ ഇനിയൊരു തിരിച്ചുപോക്ക് ആരുടെയൊക്കെയോ കറുത്ത മുഖങ്ങൾക്ക് മുൻപിലേക്കാകും എത്തിക്കുക എന്നൊരു ആശങ്കയുണ്ട്. തൻ്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ല, ആരോടും തർക്കിച്ച് നേടാനുള്ള യോഗ്യതയുമില്ല. ഈയിടെയായി മകന് പോലും ഒരകൽച്ച ഉള്ളതുപോലെ തോന്നുന്നു. അവൻ വലുതാകുമ്പോൾ എല്ലാം അറിയട്ടെ. യാതൊന്നും അറിഞ്ഞില്ലെങ്കിലും അത് അവനെ ബാധിക്കുന്നതേയല്ല. അവൻ്റെ അച്ഛനും അമ്മയും അവനൊപ്പമുണ്ട്. ഒരു കുഞ്ഞിനെ കൊതിച്ച ആൾക്ക് ഇപ്പോൾ മക്കൾ 3 പേരാണുള്ളത്. മൂത്ത 2 പേരും പെൺമക്കളാണ്. അവർ പഠിത്തവും ജോലിയുമൊക്കെയായി പുറം നാടുകളിലാണ്. സ്വസ്ഥം ഗ്രഹഭരണമാണ്. പക്ഷെ തൻ്റെ ഉള്ളിൽ നീറുന്നത് ആരും അറിയുന്നില്ല. കൂടെ കിടക്കുന്ന ആൾ പോലും. ഒന്നിനെയും കുറിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായി ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കണ്ട് അവൾക്ക് അസൂയ തോന്നി. ഒരുപക്ഷെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഒന്നും അറിയാത്തതുപോലെ കിടക്കുന്നത് കണ്ടില്ലേ? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. പിന്നെ ഉറക്കം വരാനായി അയാളെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.